ബി.ജെ.പി. കൗൺസിലറായിട്ടുള്ള ആർ. സുഗതന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇതോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷൻ രാഷ്ട്രീയം വീണ്ടും സംസ്ഥാനത്തിന്റെ ഒട്ടാകെ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറുകയാണ്. CPM-ഉം കോൺഗ്രസും ഒരുമിച്ചാണോ, അതോ നിയമത്തിന്റെ വഴിയെ പോവുകയാണോ, അല്ലെങ്കിൽ സുഗതൻ ആരെയൊക്കെയാണ് ഭയപ്പെടുത്തുന്നത്, സുഗതൻ ആരെയാണ് ഭയം, BJPക്ക് ആരെയാണ് ഭയം, BJP എന്താണ് മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സത്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ രാഷ്ട്രീയം കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഒരേ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് മറ്റാരുമല്ല. നമ്മൾ വിചാരിക്കും മേയർ VV രാജേഷ് ആണ് എന്നുള്ളത്. അല്ല. അതല്ലാതെ പിന്നാമ്പുറങ്ങളിലൊക്കെ ഇരുന്നുള്ള ചില കളികൾ എന്ന് പറയുന്നത് പോലെ അതല്ലാതെ സത്യത്തിൽ ചർച്ചയാവുന്നത് മുഴുവനും ആർ. സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർ തന്നെയാണ്. സുഗതനെതിരെ കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിച്ചതും പിന്നീട് അതിനെ അദ്ദേഹത്തെ തടങ്കലിലാക്കിയതും തുടർന്ന് ജാമ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ പ്രശ്നങ്ങളും പുതിയ സംഭവ വികാസങ്ങളും ഇപ്പോൾ അതെല്ലാം ചേർന്നിട്ട് വലിയ ചർച്ചാ വിഷയമാണ്. പക്ഷെ ഒരു ചോദ്യം അപ്പോഴും ഉണ്ടല്ലോ, ആർ. സുഗതൻ എന്ന് പറയുന്നത് വെറും ഒരു കോർപ്പറേഷൻ കൗൺസിലർ മാത്രമാണോ, അതോ തിരുവനന്തപുരം കോർപ്പറേഷന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മുഴുവനും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ? അതല്ലേ ഇതിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പുതിയ സംഭവ വികാസം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെടുമങ്ങാട് കോടതിയാണ് ആർ. സുഗതന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അത് ജൂലൈ 13 വൈകിട്ട് 5 മണി മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെയാണ് ഈ ജാമ്യം അനുവദിച്ചത്. പക്ഷെ ഇവിടെ ഒരു നിർണായകമായിട്ടുള്ള കാര്യം അപ്പോഴുമുണ്ട്. ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ കാപ്പ തടങ്കലിലുള്ള വ്യക്തി ആയതുകൊണ്ട് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി ലഭിച്ചാൽ മാത്രമാണ് സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാനായിട്ട് ആർ. സുഗതന് കഴിയുകയുള്ളൂ. ഈ ഒരു കാര്യത്തിലേക്കാണ് എല്ലാവരുടെയും ഒരു ശ്രദ്ധ പോകേണ്ടത്. ഇതിനായിട്ട് ഇപ്പോ ഇവര് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം. ഇപ്പോൾ BJP പ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ഈ ജന്മത്തിൽ ജാമ്യം കിട്ടില്ല എന്ന്, ഇനി സുഗതൻ പുറത്തിറങ്ങുകയേയില്ല, ജാമ്യം കിട്ടില്ല എന്ന് രാഷ്ട്രീയ എതിരാളികളൊക്കെ പ്രചരിപ്പിച്ചിരുന്നുവെങ്കിൽ കോടതി നൽകിയ ഈ ഇടക്കാല ജാമ്യം എന്താണ് സത്യത്തിൽ തെളിയിക്കുന്നത് എന്നുള്ളതാണ്. അതൊരു രണ്ടാമത്തെ ചോദ്യമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ CPM-ഉം കോൺഗ്രസും പറയുന്നത് വേറെയാണ്. ജാമ്യം ലഭിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെ, കാപ്പ നടപടിയുടെ നിയമസാധുത പക്ഷെ ഇല്ലാതെ ആകുന്നില്ല എന്നുള്ളതാണ്. കോടതി ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് ഇടക്കാല ജാമ്യം അനുവദിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇനി രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്കറിയാം 101 അംഗങ്ങളാണുള്ളത്. അതിൽ BJPക്ക് 50 അംഗങ്ങളുണ്ട്. ഒരു സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണയോടുകൂടിയാണ് BJP ഭരണം തുടരുന്നതും. ഇവിടെയാണ് സുഗതന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഒരംഗത്തിന്റെ അഭാവം പോലും ഭരണത്തെ മുഴുവൻ ബാധിക്കാവുന്ന തരത്തിലുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സുഗതനെ സംബന്ധിച്ചിട്ടുള്ള ഓരോ നിയമ നടപടിയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ അതിനെ ഉയർത്തി കാണിക്കാനായിട്ട് CPM-ഉം കോൺഗ്രസും മുതിരുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കാപ്പ അഡ്വൈസറി കമ്മിറ്റിയാണ്. ഈ സുഗതന്റെ 6 മാസത്തെ തടങ്കൽ എന്ന് പറയുന്നത് കാപ്പ ഉപദേശക സമിതി ശരിവെച്ചതായിട്ട് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സുഗതനെ തുടർന്നും തടങ്കലിൽ വയ്ക്കാൻ തക്ക കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സർക്കാരിന് സമിതി നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര ഉത്തരവ് ഇറക്കിയത് എന്നുമാണ് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വരുന്നത്. എന്നാൽ അവിടെ BJPയുടെ ഒരു ചോദ്യവും വരുന്നുണ്ട്. അതൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. ഈ ഉപദേശക സമിതിയിലെ അംഗങ്ങളെ മുൻ ഇടതുപക്ഷ സർക്കാർ നിയമിച്ചതാണ് എന്നാണ് പറയുന്നത്. അതാണ് BJP പക്ഷം ഉയർത്തുന്ന വാദം. അപ്പോൾ വർഷങ്ങളായിട്ട് ഈ സമിതി പുനഃസംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു വാദം വരുന്നു. അതുകൊണ്ട് തന്നെ സമിതിയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുന്നു എന്നും BJP പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ വാദം ഉയരുകയും ചെയ്യും.
അത് നേരെ തിരിച്ചു വന്നാലും ഇതേ ചോദ്യം ഉയരും. മാറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പുനഃസംഘടിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ഉയരുമെന്നുള്ളതാണ്. അവിടെ രാഷ്ട്രീയം കുറച്ചുകൂടെ അങ്ങനെ കുരുക്ക് മുറുകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരും. BJP പറയുന്നത് സുഗതനെ ലക്ഷ്യമിട്ട് CPM-ഉം കോൺഗ്രസും ഒരുമിച്ചാണ്, അതായത് ഇന്ത്യ മുന്നണി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് BJP പറയുന്ന ഒരു കാര്യം. സുഗതനെതിരായിട്ടുള്ള നടപടി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമല്ല, അത് നിയമപരമായിട്ടുള്ള നടപടിയാണ് എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട്. CPM നേതാക്കൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സുഗതനെതിരെ നിരവധി ക്രിമിനൽ കേസുകളൊക്കെ നിലവിലുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് കാപ്പ ചുമത്തിയത് എന്നുമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സുഗതനെ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് LDF പ്രതിഷേധം ഉണ്ടാക്കിയതൊന്നും ആരും മറന്നിട്ടുണ്ടാവില്ല. ഒരു തരത്തിൽ പറഞ്ഞ കയ്യാങ്കളിയുടെ വക്കിലായിരുന്നു. പിന്നീട് അത് മാത്രമായിരുന്നു ചാനലുകളിലെല്ലാം വന്നിരുന്ന വാർത്ത എന്ന് പറയുന്നത്. മാത്രമല്ല BJP കോർപ്പറേഷൻ ഭരണത്തെക്കാൾ സുഗതനെ സംരക്ഷിക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം സ്വാഭാവികമായും ഇടതുപക്ഷത്ത് നിന്ന് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് എന്ത് പറയുന്നുണ്ട്? കോൺഗ്രസ് പറയുന്നത് നിയമത്തിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടോടെ ഒരു പോക്ക് എന്നുള്ളത് CPM ഇവിടെ നിന്ന് വേറെ ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാപ്പ കേസില് കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നും കോൺഗ്രസ് നേതാക്കള് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ സുഗതന്റെ അഭാവം മൂലം ഈ പറയുന്ന കോർപ്പറേഷൻ നടപടികൾ പോലും വൈകിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കൗൺസിൽ യോഗങ്ങൾ വിളിക്കുന്നതിലെല്ലാം BJP രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളൊരു ആരോപണം UDF ഉയർത്തുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇതിന് BJP പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ്? സുഗതനെതിരായുള്ള കേസുകൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടായ സംഘർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ് എന്നാണ് BJP പറയുന്നത്. ശരിയാണ്, രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് കേസുകളുണ്ടാവും. ഇപ്പൊ ഈ UDF പക്ഷങ്ങളുടെയൊക്കെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഏതാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നതാണ്. അവിടെ BJPക്ക് ഒരു എൻട്രി ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ പറയുന്ന BJPയുടെ പ്രവർത്തകനായിരുന്ന സുഗതനെതിരെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വകുപ്പുകളൊക്കെ, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളൊക്കെ ചുമത്തി കേസെടുക്കുക എന്ന് പറയുന്നത് സംഭവിക്കാവുന്ന കാര്യമാണ് എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞത്. CPM-ഉം കോൺഗ്രസും ഒന്നിച്ച് BJPയുടെ കോർപ്പറേഷൻ ഭരണം അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നുള്ളൊരു വാദവും വരും. ഈ കാപ്പ അഡ്വൈസറി കമ്മിറ്റിയുടെ ഘടനയും വർഷങ്ങളായിട്ട് പുനഃസംഘടന നടക്കാത്തതുമൊക്കെ BJP നിരന്തരം ഇങ്ങനെ ചൂണ്ടി കാണിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിനെ BJP തങ്ങളുടെ വാദങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു സംഭവമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇനി BJP പ്രവർത്തകര് വികാരപൂർവ്വം ഉന്നയിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ കൊലക്കേസ് പ്രതികൾക്കും മറ്റ് ഗുരുതര കേസുകളിലെ പ്രതികൾക്കും നിശ്ചിത കാലയളവിന് ജാമ്യം ലഭിക്കുമ്പോൾ സുഗതനെതിരെ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും കടുത്ത നിലപാട് സ്വീകരിച്ചത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിന്ന് വരും. ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ക്ഷേത്ര പരിസരത്ത് പ്രശ്നമുണ്ടാക്കാൻ എത്തിയ ഒരാളെ തടഞ്ഞതാണ് സുഗതനെ ലക്ഷ്യമിടാനുള്ള ഒരു കാരണമെന്നാണ്. എന്നാൽ ഇത് രാഷ്ട്രീയ പിന്തുണയ്ക്കാർ ഉന്നയിക്കുന്ന ഒരു അഭിപ്രായമാണെന്നും അതിന്റെ നിയമപരമായിട്ടുള്ള ഒരു വിലയിരുത്തലൊക്കെ അന്വേഷണ ഏജൻസിയുടെ പരിധിയിലാണോ എന്നൊക്കെ പ്രത്യേകം ഓർക്കുകയും ചെയ്യണം. അപ്പോൾ ഈ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട, അതായത് കേന്ദ്രബിന്ദു എന്നൊക്കെ പറയുന്ന ഒരു കാര്യം സുഗതൻ ഒരു സാധാരണ കൗൺസിലർ ആണോ എന്നുള്ളതല്ലേ. അങ്ങനെയാണോ? അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അധികാരത്തെ അല്ലെങ്കിൽ അധികാര സമവാക്യങ്ങളെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായിട്ടൊക്കെ ഇതിനിടയിൽ സുഗതൻ എന്ന് പറയുന്ന BJP കൗൺസിലർ അല്ലെങ്കിൽ BJP നേതാവ് മാറിയിട്ടുണ്ടോ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ BJP സ്വാഭാവികമായിട്ട് അവരുടെ കൗൺസിലറെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. സുഗതന്റെ സാന്നിധ്യം എതിരാളികളെ അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വേട്ടയൊക്കെ നടത്തുന്നത് എന്നുള്ളതുമാണ്. എന്നാൽ കോൺഗ്രസ് CPM-ഉം പറയുന്നത് നിയമ നടപടികളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ എടുക്കില്ല. അത് കോടതി
തന്നെയായിരിക്കും എടുക്കുക. ഹൈക്കോടതി എന്ത് നിലപാടെടുക്കും? സുഗതന് കൂടുതൽ ഇളവുകൾ ലഭിക്കുമോ? കാപ്പ നടപടി തുടരുമോ? അല്ലെങ്കിൽ BJP ഉന്നയിക്കുന്ന രാഷ്ട്രീയ പീഡനവാദത്തിന് കൂടുതൽ ശക്തി ലഭിക്കാനുള്ള സാധ്യതകളുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം രാഷ്ട്രീയത്തിന്റെ ഒരു ഗതി നിർണയിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു കാര്യം പക്ഷേ ഉറപ്പാണ്, ആർ സുഗതന്റെ കേസ് ഇപ്പോൾ ഒരു വ്യക്തിയുടെ നിയമ പോരാട്ടം മാത്രമല്ല, മറിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ അധികാരവും അധികാര കേന്ദ്രവും കേരളത്തിലെ രാഷ്ട്രീയ ധ്രുവീകരണവും ഒക്കെ ഒരേപോലെ പ്രതിഫലിപ്പിക്കാവുന്ന ഒരു വലിയ വിഷയമായിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.